ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന രാവിലെ മക്കളെ വിടാനുള്ള ഒരുക്കം. അസ്റുറായി കണ്ട മുഷ്താഖിനെ കാണിച്ചെടുക്കട്ടെ. മുഷ്താഖ് ഒരുങ്ങിയിരിക്കണ്. രാവിലെ ഇന്ന് സ്കൂളിൽ പോകില്ലെന്ന്. അവൻ ഒരു ദിവസം പോയാൽ ഒരു ദിവസം ലീവാണ് അവനിക്ക്. ഇപ്പോൾ രാവിലെയുള്ള ജോലികളൊക്കെ ഒതുങ്ങി. ഇന്ന് പഞ്ചായത്തിൽ പോകണം പെർമിറ്റിൻ്റെ ഇതിന് വേണ്ടിയേ. അപ്പോൾ പഞ്ചായത്തിൽ പോകണുണ്ട്. ഇന്ന് പെർമിറ്റിൻ്റെ അതിന് ഒപ്പൊക്കെ ഇടണം 3 സ്ഥലത്തെ. അപ്പം ഇന്നലെ എൻജിനീയർ വിളിച്ചായിരുന്നു. പണി തടിയിൽ അർപ്പിക്കാനൊക്കെ കൊടുത്ത് വീട്ടിയിട്ടാണ് പണി ചെയ്യണത്. അപ്പം എത്രയും പെട്ടെന്ന് പൂർത്തിയാവണ പണിയോളം പൂർത്തിയായി വാർത്തങ്ങിട്ട് കയറാനാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ പനി വന്ന് പെട്ടുപോയി മക്കളെ. പിന്നെ രാവിലെ മക്കളെ വിടാനുള്ള ഒരുക്കം. ഇന്നെന്തരാണ് ചോറും വെണ്ടയ്ക്ക വിഴുക്കും സാമ്പാറും. പിന്നെ ചൂടുവെള്ളം, ദോശ, എന്തിനാണ് സാമ്പാർ. അപ്പോൾ രാവിലെ 4 മണിക്ക് എണീക്കുമ്പോൾ ജോലികളെല്ലാം ഒതുങ്ങും. മസ്റൂറായും മുഷ്താഖിനെ ഒരുക്കലാണ് പാട്. പിന്നെ നീ അടയ്ക്കണ്ട. പിന്നെന്തൊക്കെയാണ് വിശേഷം മക്കളെ? എല്ലാവർക്കും സുഖം തന്നെ. പിന്നെ മഴയും കാര്യവും ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ വരുമ്പോഴത്തേക്ക് മക്കളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരക്കും. ഇന്നലെ രാവിലെ മഴയില്ലായിരുന്നു. ഇവരെ വിളിക്കുന്നത് ഇവർ വന്നെത്തി കഴിഞ്ഞിട്ടങ്ങ് മഴ തുടങ്ങി. പിന്നെ മോളെ മദ്രസയിൽ വൈകിട്ട് കൊണ്ടാക്കണം. ഒരു വട്ടം കൊണ്ടാക്കുമെങ്കിൽ ഒരാൾ വിളിച്ചുകൊണ്ട് വരും. ഇതാര് മാത്രം മക്കളെ? അപ്പോൾ നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക എനിക്കൊരു വീടാവാൻ. പിന്നെ അനാവശ്യമായിട്ടൊന്നും മക്കളെ എടുത്ത് വെച്ച് ഫോണൊന്നും വിളിക്കരുതേ. ഞാൻ ആ ടൈപ്പ് മോളല്ല. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ടൈപ്പിലൊരു വ്യക്തിയല്ല ഞാൻ. നമുക്ക് ഡിവോഴ്സായി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ആരുടെയും ചാറ്റ് ചെയ്യുകയും കാര്യവും അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നും നമ്മൾ ഇതിൽ പെട്ടതല്ല. നമ്മൾ അമ്മായും ബാപ്പായും അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. അടികൂടി മുഷ്താഖ് ഉണ്ടാ. പിന്നെ 8:20 വണ്ടി വരും. ടൈം 8:06 8:10 ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. പനി വന്നതിന് ശേഷം ഭയങ്കര ഒരു മന്ദപ്പ്, ശരീരമൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെന്താണ്, സഹായിക്കാൻ പറ്റുന്നവരിപ്പോഴും പറയുന്നു സഹായിക്കുക. കണ്ണിലെന്തരാ വീണ്. സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക. ദ്രോഹിക്കരുത്. ദേവിയത് നാട്ടുകാരുടെ അടുത്താണ് പറയണത്. ദ്രോഹിക്കരുതെന്ന് ആവശ്യമില്ലാത്ത വാക്കുകൾ കൊണ്ട് ഒരടിയടിച്ചാൽ നമുക്ക് നോവും. ഒരു വാക്ക് പറഞ്ഞാൽ അത് എടുക്കാൻ പാടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് മാനസിക പ്രശ്നമാണ്. ഈ 3 മക്കളെ വളർത്തണം. നിങ്ങൾ ആരെയും ചിലവിലല്ല ഞാൻ കഴിയുന്നത്. പിന്നെ ഹെൽപ്പൊക്കെ തന്നവരുണ്ട്, നല്ല മനുഷ്യർ. ഒട്ടുമിക്കതും പ്രവാസികളാണ്. ചെറിയ എമൗണ്ടാണെങ്കിലും സഹായിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ ഫസ്റ്റേയുള്ള സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റും ഞാൻ ഏത് ടൈപ്പിലെ ഒരു പെണ്ണാണ്. കോണ്ടാക്ട് ചെയ്തവർക്കും അറിയാൻ പറ്റും. മക്കളെ മറന്നിട്ടൊരു പരിപാടിയാ, അള്ളാനെ മറന്നിട്ടൊരു പരിപാടിയേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഞാൻ മരണപ്പെട്ടു പോയാലും ഇവർ സന്തോഷമായിട്ട് അതിനകത്ത് ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ശരി മക്കളെ, അസ്സലാമു അലൈക്കും.